ഒരിക്കലും ഞാനിത് ഫേസ് ചെയ്യുന്നവർ വിചാരിച്ചില്ല. ഇവർ വിചാരിച്ചു ഇവർ കംപ്ലൈന്റ് കൊടുത്ത് അന്ന് തൊട്ട് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എല്ലാ ഏജൻസിക്കും കൊടുത്ത പൈസ എന്റെ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ അങ്ങനെ ഒരു എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിത് കൊടുക്കുന്നതായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി ഇവർ FIR ഇട്ട് കഴിഞ്ഞ ശേഷവും ഉദ്യോഗസ്ഥരും വെയിറ്റ് ചെയ്യാണ് എന്തിന് അന്വേഷണവും അവർ നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ എന്താണ് ഞാനും വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി എന്തെങ്കിലും ഇവർക്ക് ഈ ബിബിൻ ജോർജിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടിക്കോട്ടെ, ഞാൻ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂടെ ഇടപെടാൻ FIR കഴിഞ്ഞ സമയത്ത് ഇവരുടെ കൂടെ ഇടപെടാൻ വേറെ കുറച്ച് ആളുകളുണ്ടായി. പെട്ടെന്നുള്ളൊരു സമ്മർദ്ദം, അതാണ് എന്റെ ഹസ്ബൻഡിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ അക്കൗണ്ടിൽ 17ഉം 9ഉം അത്രയും ലക്ഷം വാങ്ങിയ ആളുകൾ ആ വയനാട് ജില്ലാ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ ഉണ്ടെന്നിരിക്കെ കോഴിക്കോട് വന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ലല്ലോ. മണിക്കൂറുകളെ എന്റെ ഹസ്ബൻഡ് അവരുടെ കസ്റ്റഡിയിൽ നിന്നിട്ടുള്ളെങ്കിൽ പോലും അതിൽ പത്രത്തിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ഞാൻ മരിക്കുന്നതിനും തുല്യമായിരുന്നു. എനിക്ക് എന്റെ മകളുടെ മുമ്പെന്നാണ് ഓർക്കണം. എന്റെ മകളുടെ ആ സമയത്തെ കണ്ണീര് എന്റെ ജീവിതത്തില് എനിക്ക് തീർത്താ തീരൂല എന്നുള്ളതാണ്. എന്റെ ഏറ്റവും വലിയ സെൻസിറ്റീവ് പാർട്ടാണ് എന്റെ ഭർത്താവ് എന്ന് പറയുന്നത്. എന്റെ ഒന്നുമില്ലാത്ത എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ 16 വയസ്സ് തൊട്ട് ഇങ്ങോട്ടേക്ക് എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, എന്റെ വീട്ടുകാരെ പഠിപ്പിച്ചത്, എന്റെ വീട്ടുകാരുടെ പട്ടിണി മാറ്റിയത് ആ വ്യക്തിയാണ്. ഒരാളോട് തുറന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത, എന്റെ സ്റ്റഡി അബ്രോഡ് രംഗത്താണെങ്കിൽ പോലും യാതൊരു ഇടപെടലും ഒന്നും നടത്താത്ത ഒരു വ്യക്തി, സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, പള്ളിയിലെ വേണ്ടപ്പെട്ട വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വെച്ചിട്ട് എല്ലാവരും ഇവർ കളിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവർ ഒരിക്കലും വിചാരിച്ചില്ല ഞാനിത് ഫേസ് ചെയ്യുന്നത്. ഇവർ ഫേസ് ചെയ്യുന്ന ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ വാങ്ങുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അത് ഞാൻ പിന്നീട് അറിഞ്ഞത്. ഇവർ ഓൾറെഡി ഒരു ഏജൻസിത്തെ കുട്ടീനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ജയിലിൽ കയറ്റി 35 ദിവസം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരോട് പൈസ വാങ്ങിയെടുത്തു. അതൊക്കെ കൊണ്ടാണ് പിന്നീട് ഇത് മൊത്തത്തിൽ എന്താ പറയുക ഭയങ്കര പ്രഷർ. ഇവർ ഫുൾ ഡ്രാമാറ്റിക് ആണ്. പോലീസുകാർ നല്ല വൃത്തിക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അന്വേഷണത്തോട് 100% സഹകരിച്ചത്. ഇവർ FIR ഇട്ട ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒത്തിരി തവണ പോയിട്ടുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വേണ്ട എവിഡൻസുകൾ കൊടുത്തിട്ടുണ്ട്. DYSP ഓഫീസിൽ പോയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും ഞാൻ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. 3 രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്. ഈ 3 രാജ്യത്ത് പോകുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ പോവുകയാണ്, ഇനി എന്റെ പോക്ക് വേണേ മാറ്റി വെക്കണോ, അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ ഇതാ എന്നെ വാട്സപ്പിൽ കോളിൽ മാത്രമേ വിളിച്ചാൽ കിട്ടുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഞാൻ യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് UK-ലാണ് പോയത്. അതും ഞാൻ സാധാരണ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യാറില്ല. ഇത്തവണ പോയപ്പോൾ ഞാൻ അത് ആക്ടിവേറ്റ് ചെയ്ത് എന്നെ വിളിച്ചാൽ ഇരിക്കരുത് എന്ന് കരുതിയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ്. ആ സമയത്ത് ആര് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 44 ലക്ഷം രൂപ എന്നുള്ളത് എന്റെ ഐഡിയലില്ല. ഞാൻ വിചാരിച്ചു ഇവർ കൊണ്ടേ കംപ്ലൈന്റ് ഇരിക്കരുത് എന്ന് കരുതിയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ്. ആ സമയത്ത് ആര് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 44 ലക്ഷം രൂപ എന്നുള്ളത് എന്റെ ഐഡിയലില്ല. ഞാൻ വിചാരിച്ചു ഇവർ കൊണ്ടേ കംപ്ലൈന്റ് കൊടുത്തു. ഓക്കെ, ആ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് ഈ ബിബിൻ ജോർജ് കൊടുക്കാനുള്ള പൈസയും ഇനിയിപ്പോ മറ്റേ അവൾ വിസ ബാൻ വന്ന സ്ഥിതിക്ക് ആ പുള്ളിക്കാരനും എന്തെങ്കിലും ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതും, പിന്നെ ഇവർ ഈ ഓസ്ട്രേലിയയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ 2 ലാക്ക് അങ്ങനെ ഒരു അക്കൗണ്ടിലേക്ക് റീഫണ്ട് പോയി. ആ സമയത്തും ഞാൻ പറഞ്ഞു എന്താണ് നോക്കിയിട്ട് ചെയ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. കാരണം ഓൾറെഡി അബദ്ധം പറ്റി, പിന്നെയും അബദ്ധത്തിലേക്ക് പോകണ്ട, നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷവും ഈ ആര്യ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഒരു സ്റ്റഡി എക്സ്പോയില് സ്വീഡനിലേക്കുള്ള വിസ ചോദിച്ചിട്ട് വന്നു. അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം, ഇവർക്ക് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ളത് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ള അബദ്ധങ്ങൾക്കൊക്കെ എങ്ങനെ ഞാൻ ഉത്തരവാദിയാവുന്നത്. എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന എന്റെ സെൻസിറ്റീവ് പാർട്ട് ആയതുകൊണ്ടാണ്. അതിന് ഒരു ദിവസം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെ ഞാൻ ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇരകളാക്കപ്പെട്ടവരുടെ കൂടെ ഞാൻ ഉണ്ടാവും, പക്ഷെങ്കിൽ ചതിച്ചവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല. കാരണം എന്തായാലും ഇത് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവര് അന്വേഷണ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ അന്വേഷിക്കുന്നു. ഞാൻ അന്വേഷണത്തോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഡ്രാമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിൽ SP പോയിട്ട് പ്രഷർ കൊടുക്കുന്നു. എനിക്ക് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് എല്ലായിടത്തും ഡ്രാമ നടത്തുന്നു. ആ ഡ്രാമ നടത്തിയ പ്രഷറിന്റെ ഫലമായിട്ടാണ് ഈ 3,41,000 മാത്രം ട്രാൻസാക്ഷനും അത് റീഫണ്ട് കൊടുത്തതിന്റെ എവിഡൻസ് ഉണ്ടായിരിക്കെ എന്റെ ഹസ്ബൻഡിനെ വന്നിട്ട് പോലീസുകാർ കൂട്ടിക്കൊണ്ടുവന്നത്. അതിലെനിക്ക് തീർത്താത്ത എന്റെ ഹൃദയത്തിൽ നിന്ന് ചോരയാണ് ഒഴുകുന്നത്. എന്റെ കണ്ണിൽ നിന്ന് ഞാൻ ചിലപ്പോൾ ഓവർ സ്മാർട്ട് ആയിരിക്കും, എന്റെ ക്യാരക്ടർ അതാണ്. ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ഒന്നുമില്ലാതിരുന്ന സീറോയിൽ നിന്നാണ് ഞാൻ ഇത്രയും ഫോളോവേഴ്സിനെ സമ്പാദിച്ചതും ഒന്നുമില്ലാത്ത കുടുംബത്തിലെ കുട്ടികളെയാണ് ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതും. എന്റെ ഇമേജ് അതെനിക്ക് വിഷയമല്ല. എന്നെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്റെ കൂടെ. ഒത്തിരി ആളുകൾ എനിക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന നിയമമായിട്ട് പോട്ടെ, ചാനലിലൊന്നും ഇന്റർവ്യൂ കൊടുക്കുന്നില്ല. ഒത്തിരി ചാനലുകാർ വിളിച്ചപ്പോഴും. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ വിഷമുണ്ടല്ലോ, ഇറങ്ങി വന്നപ്പോ മുഖത്തേക്ക് നോക്കുന്നില്ല. ആ ഒരു വിഷമം എന്ന് പറയുന്നത് എന്റെ മോളെന്നോട് പറയാം, മമ്മി പോലീസുകാർ കൊണ്ടുപോയപ്പോൾ നിരപരാധിയാണല്ലോ, അപ്പൊ തന്നെ തിരിച്ചുവിടുന്ന് ഞങ്ങൾ ആലോചിച്ചു. ആ രീതിയിലായിരുന്നു കൊണ്ടുപോയത്. എന്റെ മോള് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ഒരു ന്യൂസ് റിപ്പോർട്ടിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ പോലീസുകാരിക്കുന്നത് കണ്ടപ്പോ എന്റെ മോളെന്നോട് പറഞ്ഞതാണ്, മമ്മി നമുക്ക് ഫ്ലാറ്റിന് താഴേക്ക് വെച്ചാണ് മരിച്ചാലോ.
ഓക്കെ, കുറെ പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെ കാര്യങ്ങളും ഒരുപോലെ ചിലപ്പോൾ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ല. ലിമിറ്റേഷൻ ഉണ്ട്. മനുഷ്യനാണ്. ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് കരയാണ്, എങ്ങനെയെങ്കിലും ജീവിതം രക്ഷപ്പെടണം എന്നാലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആഗ്രഹം ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അത്രയും വലിയ ഉദാര മനസ്കരൊന്നല്ല തന്നെ കൂട്ടിക്കോ. പക്ഷെ വന്നിരുന്ന് കരയുമ്പോൾ എന്നെ കൊണ്ടാകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളൂ. പോയവർക്ക് എല്ലാവർക്കും എല്ലാം നന്നായി എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ മോശമായിട്ടാകണം എന്നോർത്ത് ഞാൻ എന്റെ പ്രവൃത്തി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശക്തമായിട്ട് ഈ ഒരു വർഷത്തോളം ഞാൻ ഇതിന്റെ പുറകെ നടന്ന് എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി കാൻഡിഡേറ്റിന് ഫുൾ സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഈ പറഞ്ഞ കാൻഡിഡേറ്റിനും പരാതി കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞു, പരാതി കൊടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു, നീ വാങ്ങിയെടുക്ക്, നോക്ക്, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അപ്പോഴും ഞാൻ ഓർക്കുന്ന വ്യാജ പരാതി കൊടുക്കുന്നു ഞാൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ലല്ലോ കൊണ്ട് കൊടുക്കുന്നു. ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്, അവരുടെ പൈസ പോയത് അവർക്ക് കിട്ടണം, സുഖമില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവര് ബലിയാടാക്കേണ്ടത് എന്റെ കുടുംബമായിരുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അന്ന ഗ്രേസ് എന്ന് പറഞ്ഞ്. ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുന്ന ആ ഒരു എന്താ പറയുക ഏജൻസിയുടെ ഒരു ചെറിയൊരു പാർട്ടൊക്കെയാണ് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം പേരെ എന്ത് ചെയ്യുന്നത്, കുട്ടികളെയൊക്കെ വിദേശത്തേക്ക് പറഞ്ഞയച്ചിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു വ്യക്തിയിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇതേ കണക്ക് പറ്റിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇതേ കണക്ക് കുറേയധികം പേരിങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അന്ന ഗ്രേസിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു അന്ന ഗ്രേസിൻ്റെ ഹസ്ബൻഡിനെ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ പുറത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു അന്ന ഗ്രേസ് എപ്പോഴും നോക്കിയാൽ ഒരു വീഡിയോ ഒക്കെ ലൈവിൽ വന്ന് ഇടുന്നുണ്ടായിരുന്നു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നെ ഒരു ട്രാവൽ ഏജൻസി പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കേസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമുണ്ട് ഇപ്പോൾ പിന്നെ ഒരു ഇൻ്റർവ്യൂ പോലെ കൊടുത്തേക്കുവാണ്. താനും തൻ്റെ ഹസ്ബൻഡ് ഒരു കുറ്റമോ ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം തങ്ങളെ ഒരു ട്രാവൽ ഏജൻസി പറ്റിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിലെ ക്ലിപ്പുകളാണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ വാക്ക് കേട്ടിട്ടാണ് കുട്ടികൾ ആ ഒരു എന്താ പറയുക ഏജൻസിയിലേക്ക് ചെന്നത്. അപ്പം ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതൊക്കെ ഇവരുടെ ബാധകമായിരുന്നു. ചുമ്മാ ഒരു പൈസയ്ക്ക് വേണ്ടി ഇവരുടെ ആവശ്യത്തിന് വേണ്ടി അതെല്ലാം ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പറയുവാണ്, ഇപ്പം ഞങ്ങളൊന്നും ചെയ്തില്ല, ഇതിന് കാര്യങ്ങളെല്ലാം അവരെ എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇവരതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. കാരണം ഇവരെ വിശ്വസിച്ചാണ്, ഇവരെ കണ്ടിട്ടാണ് ആൾക്കാർ ഇവരിലൂടെയാണ് ആ ഒരു ഏജൻസിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവരെ തന്നെ പറ്റിക്കപ്പെട്ടെന്ന് പറഞ്ഞപ്പം ആ പാവപ്പെട്ട എത്രയോ പേരുടെ ക്യാഷാണ് അവർ അടിച്ചെടുത്തതെന്നാണ് ഈ ഒരു അന്ന ഗ്രേസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവരും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു ക്യാഷ് അടിച്ചെടുത്തതെന്നാണ് പറയുന്നത്. സോ എന്താണെങ്കിലും ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇനിയേ അറിയത്തോളൂ. എന്തായാലും കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്.